യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്, ഞായറാഴ്ചയാണിന്ന്. വളരെ പ്രത്യേകമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 15 ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹം അവരെ തൊടാനിടയാകണം, ദൈവാനുഗ്രഹം അവർക്ക് അനുഭവിക്കാൻ കഴിയണം. അവർ നല്ല സ്വഭാവത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവർ വളർന്നു വരാൻ ഇടയാകണം. അതിനുവേണ്ടിയെല്ലാം പ്രാർത്ഥന ആവശ്യമാണ്, ദൈവാനുഗ്രഹം ആവശ്യമാണ്. ആഗ്രഹവും പരിശ്രമവും മാത്രം പോരാ ലക്ഷ്യത്തിലെത്താൻ. ഒപ്പം ദൈവത്തിൻ്റെ കടാക്ഷം ഒരാൾക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഈ നാളുകളിൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രാർത്ഥനാ നിയോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ പേരെഴുതി പ്രത്യേകം അയച്ചു തന്ന, ഇവിടെ എഴുതിയിട്ട പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാനിപ്പോൾ പറയുന്ന ഈ അൾത്താരയിൽ, ഈ ബലിപീഠത്തിൽ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനകൾ അത് ഓരോ കെട്ടുകളായി ഒരുമിച്ച് ഈ അൾത്താരയിൽ എന്നും പ്രാർത്ഥനയുള്ള ഈ അൾത്താരയിൽ വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി മാറും എന്ന് വിശ്വസിച്ചാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്താണ്, ഓരോ നിയോഗങ്ങളെയും കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിക്കാൻ അവർക്കിടവരും. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും അടയാളങ്ങൾ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണ്. തുടക്കം തന്നെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഇവിടെ ലഭിച്ചിട്ടുള്ള ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ പേരുകളൊക്കെ മനസ്സിലൊന്ന് ഓർത്തേ, മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനം അവരെ തൊടാൻ, തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കപ്പെടാൻ, വചനത്താൽ അവർ നിറയാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം ആദ്യം വായിക്കും. രണ്ടാമത്തെ നമുക്ക് സുപരിചിതമായ 28-ാമത്തെ വാക്യവും വായിക്കും. 26-ാമത്തെ വാക്യം, റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയുള്ളതുപോലെയും മനസ്സിലാക്കിയതുപോലെയും നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ ആത്മാവിൻ്റെ ഒരു കൂട്ടായ്മയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചാൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ആത്മാവ് തന്നെ, ആത്മാവിനാൽ നയിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുക, നിയോഗ പ്രാർത്ഥനയും ഡെയിലി ബ്ലെസ്സിങ്ങും, ഇപ്പോൾ കുട്ടികളുടെ പേര് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിക്കും ആത്മാവ് നയിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ദൈവസ്നേഹം അവരെ തൊടും. ദൈവത്തിൻ്റെ അടയാളങ്ങൾ അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും എല്ലാം ഉണ്ടാവും. പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ, ആത്മാവിൻ്റെ സഹായത്താൽ, ദൈവിക ഇടപെടൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് 28-ാം വാക്യം സംഭവിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്നു, നന്മയ്ക്കാക്കി മാറ്റുന്നു. ഒന്നും കൂടെ വായിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. ഒരുപക്ഷെ
ഞായറാഴ്ച ദിവസം തിരക്കുള്ള സമയം, 100 കൂട്ടം ജോലി എല്ലാം ഉണ്ടായിരിക്കുമെന്ന്. അതിനിടയിലും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്നാണ്. ദൈവത്തിൻ്റെ ഒരു വിളി, ഒരു പദ്ധതി നിങ്ങളുടെ മേൽ ഉണ്ടെന്നാണ്. ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളോടും, വ്യക്തികളോടും, മക്കളോടും ഒക്കെ പറയുവാണ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ സ്നേഹിക്കുന്നൊരു മനസ്സുണ്ട്. ഇല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കില്ല, ഇത് മൈൻഡ് ചെയ്യില്ല, കണ്ടാൽ സ്കിപ്പ് ചെയ്തു പോവുള്ളൂ, ഇത് കേൾക്കാൻ തയ്യാറാവില്ല. ഇത് നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തോട് ബന്ധമുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ദൈവത്തോട് ബന്ധമുള്ളൊരു കുടുംബമാണ് നിങ്ങളുടേത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും, എല്ലാ കാര്യങ്ങളും നന്മയ്ക്കാക്കി മാറ്റും. നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഒരു നന്മയായി മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതെൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക് ഇതൊരു നന്മയായിട്ട് മാറും. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇത് നന്മയായിട്ട് മാറും. അവരുടെ വിദ്യാഭ്യാസത്തിൽ ഇത് നന്മയായിട്ട് മാറും. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് നന്മയായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, പത്തായത്തിൽ ഒരു പാത്രത്തിലിരിക്കുന്ന വിത്തിന് വളമിട്ടിട്ട് കാര്യമില്ല. അത് മണ്ണിൽ നട്ട് അത് വളർന്ന ഒരു ചെടിക്കാണ്, വളരുന്നൊരു ചെടിക്കാണ് വളമൊക്കെ ഇട്ടിട്ട് ഗുണമുള്ളൂ. ഇതുപോലെ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അത് പത്തായത്തിലിരിക്കുന്ന വിത്തിന് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. പത്തായത്തിലിരിക്കുന്ന വിത്തിന് വളമിടുന്നത് പോലെയാണ്, അതിന് ഗുണമില്ല. എന്നാൽ ഒരു കിളിർത്ത വിത്ത് ഒരു ചെടിയായി വന്നതിന് നമ്മൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഓരോ നിയോഗങ്ങളും ഒരു ചെടി നടുന്നത് പോലെ നടുകയാണ്, വിത്ത് നടുന്ന പോലെ നടുകയാണ്. അത് വളരാൻ, അത് വലുതാകാൻ, അത് ഫലം കായ്ക്കാൻ ആഗ്രഹിച്ച് നടുവാണ്. അതിന് കൊടുക്കുന്ന ഓരോ തുള്ളി വെള്ളവും വളവും അതിന് ഗുണമാണ്. ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന ഓരോ പ്രാർത്ഥനയും, ഓരോ അനുഗ്രഹവും, ഓരോ വചനവും, പങ്കെടുക്കുന്ന ഓരോ ശുശ്രൂഷകളും അവർക്ക് ബ്ലെസ്സിങ് ആണ്, അവർക്ക് അനുഗ്രഹമാണ്. അതവർ കൂടുതൽ നന്നായി വളരാൻ, നന്മയായിട്ട് വരാൻ ദൈവം അത് കാരണമാക്കും. മുകളിൽ എഴുതിയിരിക്കുവാണ്, നമുക്കെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല, ആത്മാവ് തന്നെ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ദൈവാത്മാവിനാൽ നയിക്കുന്നൊരു പ്രാർത്ഥനയാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു റോമ 8:28 പ്രാർത്ഥിക്കുന്ന നമ്മളിൽ സംഭവിക്കും, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കും, മക്കളിൽ സംഭവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും അത് വെളിപ്പെടും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, നിങ്ങൾ അയച്ചു കൊടുത്ത് എത്രയോ പേർ ഈ വചനം കേൾക്കുന്നില്ല, എത്രയോ പേർ ഈ വചനം ശ്രദ്ധിക്കുന്നില്ല. ചിലർ മാത്രമല്ല ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നുള്ളൂ. അങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു വിളി നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കാനുള്ള ഒരാഗ്രഹം, 5:30 എഴുന്നേൽക്കാനുള്ള ഒരു പ്രചോദനം, ആ വചനം കേൾക്കാനുള്ള, എഴുതാനുള്ള, അയച്ചു കൊടുക്കാനുള്ള പ്രചോദനം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ദൈവത്തിൻ്റെ ഒരു വിളി നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ്. എത്രയോ പേർ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. സകലതും നന്മയ്ക്കാക്കി ദൈവം മാറ്റും, സകലതും നന്മയാക്കി മാറ്റും. ഇത് നഷ്ടമാകില്ല, ഇത് പ്രയോജനമില്ലാത്ത ഒരു കാര്യമായി മാറില്ല, ഇത് ഉപകാരമില്ലാത്തൊരു പ്രവൃത്തിയായി മാറില്ല. ഇത് ഗുണമുള്ള, അനുഗ്രഹമാകുന്ന, സകലതും നന്മയായിട്ട് മാറുന്ന കാര്യമായിട്ട് മാറും. എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഈ 15 ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവേ, എൻ്റെ മകനെ, മകളെ തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഞങ്ങൾക്കിവിടെ എഴുതി കിട്ടിയ, പോസ്റ്റിലൂടെ ഒക്കെ അയച്ചു കിട്ടിയ, വാട്സപ്പിലൂടെ പറഞ്ഞു തന്ന
ഓരോ നിയോഗങ്ങളെയും ഞങ്ങൾ ഓർക്കും. ഞങ്ങൾ ഈ നിയോഗങ്ങളൊക്കെ വെറുതെ വയ്ക്കുകയല്ല, ഇത് എന്നും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ബലിപീഠത്തിൽ ഈ 15 ദിവസവും ഒരു കാഴ്ച പോലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൂരെ നിന്നുള്ളവർ, സമീപത്തു നിന്നുള്ളവർ അവരുടെ മക്കളെക്കുറിച്ചുള്ള പേരുകൾ, സ്വപ്നങ്ങൾ, നിയോഗങ്ങൾ എഴുതി തന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എഴുതിയതല്ല നടക്കുക. മനുഷ്യൻ കൂടോത്രക്കാരൻ മുട്ടയിലോ തകിടിലോ പേപ്പറിലോ എഴുതി ചുരുട്ടി വച്ചതല്ല നടക്കുക. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടക്കുക. അവരങ്ങനെ പറഞ്ഞില്ലേ, അവരങ്ങനെ എഴുതിയില്ലേ, അവരങ്ങനെ നമ്മുടെ മേൽ ചെയ്തില്ലേ, അതൊന്നും നടക്കത്തില്ല. മനുഷ്യൻ എഴുതിയതല്ല, കൂടോത്രക്കാരൻ എഴുതിയതല്ല, കൂടോത്രക്കാരൻ തകിടിൽ എഴുതിയതല്ല, അസൂയക്കാരൻ പേപ്പറിൽ എഴുതിയതല്ല, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ളവൻ വാഗൊണ്ട് അസൂയോടെ പറഞ്ഞ വാക്കുകളൊന്നുമല്ല നമ്മളിൽ നടക്കാൻ പോകുന്നത്. നീ രക്ഷപ്പെടുകയില്ല, നീ ശരിയാകത്തില്ല, നീ നശിച്ചു പോകത്തേ ഉള്ളൂ, ഇതൊക്കെ അസൂയക്കാർ കുറേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടക്കത്തില്ല. എന്തു നടക്കും? സകലതും നന്മയ്ക്കാക്കി മാറ്റൂന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം നടക്കും. കാരണം വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ മനസ്സിലൊന്ന് പറഞ്ഞേ, പതുക്കിയെന്ന് പറഞ്ഞേ. തോമസ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര്, മേരി, അല്ലെങ്കിൽ ഓരോ പേരുകൾ നിങ്ങൾ പറയുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും. ഓരോ പേരുകൾ പറയുമ്പം അവരിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുവാണ്. ആ അനുഗ്രഹം അവരിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മളാ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അവരിൽ ഒരു നന്മ, ഒരു അനുഗ്രഹം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആലയത്തിൽ, ഈ പുണ്യഭൂമിയിൽ ഇവിടെ വന്ന് എഴുത്തിലൂടെ അയച്ചു തന്ന സകല കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥന ചോദിച്ചവർ, ഈ വെള്ളിയാഴ്ച വരുന്നവർ, ഓരോ ദിവസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവരെല്ലാം പരിശുദ്ധാത്മാവിനാ നയിക്കണമേ. ഒരാൾ ഒറ്റയ്ക്കല്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചേ. ഈ ഡെയിലി ബ്ലെസ്സിങ് ഇപ്പോൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരെഴുതി വച്ച് ഭവനങ്ങളിലിരുന്നോ ഇവിടെ ഇരുന്നോ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അവർ ലക്ഷ്യത്തിലെത്താൻ ഇടയാകണമേ. അവരൊരു അനുഗ്രഹമാകാൻ ഇടയാകണമേ. അവരെ ഒരു ഭാഗ്യമാക്കി മാറ്റണമേ. അവരെ ഒരു വെളിച്ചമാക്കി മാറ്റണമേ. അവരിലെ ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ. അവരിലെ നാരകീയ ശക്തികൾ മാറിപ്പോകട്ടെ. അവരിലെ ഇരുട്ട് മാറിപ്പോകട്ടെ. അവർ ദൈവീക വെളിച്ചത്തിൽ പ്രകാശിക്കട്ടെ. പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം എല്ലാം മാറിപ്പോകട്ടെ. ഇന്ന് ഞായറാഴ്ച ലോകം മുഴുവൻ അർപ്പിക്കാൻ പോകുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് വെച്ച് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുഗ്രഹമാകട്ടെ, രക്ഷപ്പെട്ടു വരാൻ, ഉയരങ്ങളിലെത്താൻ, വീടിന് നന്മയായി മാറാൻ, നല്ല സ്വഭാവമുണ്ടാകാൻ, ചീത്ത കൂട്ടുകെട്ടുകൾ മാറാൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകാൻ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച ദിവസമായെങ്കിലും സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നല്ലൊരു ദിവസം, നല്ലൊരു ഞായറാഴ്ച പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.